ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ MESന്റെ പ്രസിഡന്റ് കൂടിയായ എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ഡോക്ടർ PA ഫസൽ ഗഫൂർ, വേദിയിലുള്ള സദസ്സിലുമുള്ള മന്ത്രിമാരും നേതാക്കളും MLAമാരും എല്ലാം ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, MES 6 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് MES. നമുക്കറിയാം, മലബാറിൻ്റെ പാരമ്പര്യം പരിശോധിച്ചാൽ മലബാർ കലാപം മലബാറിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. ബ്രിട്ടീഷുകാരുമായി ഒരകൽച്ച മലബാറിലെ ജനതയ്ക്കുണ്ടായി. അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് ഉള്ള എതിർപ്പായി, വെറുപ്പായി മാറി. വിദ്യാഭ്യാസത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യം മലബാറിലെ ഒരു കാലത്ത് ഏറ്റവും പുറകിലായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത്. ആ കാലഘട്ടത്തിലാണ് 60 വർഷം മുമ്പ് ഇത് സ്ഥാപിതമായി. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസത്തിനെ കുറിച്ചെല്ലാമുള്ള പ്രാധാന്യം സമൂഹത്തെയും സമുദായത്തെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി ആ മാറ്റത്തിൻ്റെ വഴിയിലൂടെ അവരെ കൊണ്ടുപോയത്. പിന്നീട് അതൊരു മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റം MES തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ മാത്രമല്ല, MES തുടങ്ങിയ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ വന്നു എന്നത് മാത്രമല്ല, മലബാറിൽ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ MESന് കഴിഞ്ഞു. അതാണ് MESന്റെ ഏറ്റവും വലിയ പ്രസക്തിയായി ഞാൻ കാണുന്നത്. ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതിനേക്കാൾ വലിയ പ്രസക്തി MESനുണ്ടാകുന്നത് അതാണ്. ആ സോഷ്യോ ഇക്കണോമിക് ചേഞ്ചിനുള്ള ഇൻസ്ട്രുമെന്റ്. അത് കച്ചവടം നടത്തുകയോ പണമുണ്ടാക്കുകയോ മാത്രമല്ല, അതല്ല. അതിനേക്കാളെല്ലാം വലുതാണ് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകുന്ന സാമൂഹ്യ സാമ്പത്തിക മാറ്റമെന്ന് ഒരു ജനതയെയും വളർന്നു വരുന്നൊരു തലമുറയെയും MES ബോധ്യപ്പെടുത്തി. ശ്രീ അബ്ദുൽ ഗഫൂർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ആ വലിയ പ്രസ്ഥാനം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ മൂത്ത ബ്രദറിൻ്റെ മകൻ പഠിച്ചത് അവിടെയാണ്. അവനൊരു അവിടെയാണ് MESൻ്റെ കോളേജിലാണ്, എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അവരിപ്പോൾ വലിയൊരു IT ഫ്രഞ്ച് കമ്പനിയിലെ ഉന്നതമായ ഉദ്യോഗത്തിലാണ്. അവിടെ പഠിച്ചു പോയ പയ്യനാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പഠിക്കാനുള്ള അവസരം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റമുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി CH മുഹമ്മദ് കോയയും അതുപോലെ ഒരു ഏജൻസി എന്നുള്ള നിലയിൽ MESുമാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധ്യം ഈ മലബാറിൽ ഉണ്ടാക്കിയത്. ഇന്ന് വലിയ മാറ്റമാണ് ഉണ്ടായത്. CHൻ്റെ കാലത്ത് CH കാലിക്കറ്റ് സർവകലാശാല ആരംഭിച്ചു, ക്യുസാറ്റ് തുടങ്ങി. നമുക്ക് വലിയ വലിയ മാറ്റമാണ് ക്യുസാറ്റിലൊക്കെ ഉണ്ടായത്. ആദ്യം അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ക്യുസാറ്റ് തുടങ്ങിയ സമയത്ത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സമയത്ത് അതിൻ്റെ വൈസ് ചാൻസലറായി കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് മാൽക്കം ആദിശേഷയ്യയാണ്. അദ്ദേഹത്തിന് ഒരു വ്യക്തിപരമായ അസൗകര്യം പറഞ്ഞപ്പോൾ രണ്ടാമത് അവർ ആലോചിച്ച പേര് ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ പേരാണ്. ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ പേരാണ് കൊച്ചി സർവകലാശാലയുടെ വൈസ് ചാൻസലറായി കൊണ്ടുവരാൻ ആലോചിച്ചത്. അങ്ങനെയാണ് ആ 2 സർവകലാശാലകൾ വളർന്നു വന്നത്. ആ കാലിക്കറ്റ് സർവകലാശാലയും ഈ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്നിരിക്കുന്ന മലബാറിനെ കൈപിടിച്ച് ആ വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. ഇന്നുണ്ടായ മാറ്റം വലുതാണ്. ഇന്നിപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഏത് സർവകലാശാലയിൽ പോയാലും, ഏത് പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ പോയാലും അവിടെയെല്ലാം മലയാളികളായ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് എന്നത് നമുക്കെല്ലാം അഭിമാനകരമായ കാര്യമാണ്. അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയാൽ, സെൻറ്റ് സ്റ്റീഫൻസിൽ പോയാൽ, മുംബൈ സെൻറ്റ് സേവിയേഴ്സിൽ പോയാൽ, ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലും സെൻറ്റ് ജോസഫിലും പോയാൽ, ചെന്നൈയിലെ സ്ഥാപനങ്ങളിൽ പോയാൽ, എല്ലാ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ പോയാലും അവിടെയെല്ലാം
മലബാറിൽ നിന്നുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹം മുന്നിലേക്ക് വന്നു. ഇന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ മുമ്പിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? നമ്മൾ അറിയണം, ഫ്യൂച്ചർ ടെക്നോളജിയാണ്, മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്, നോളജ് എക്സ്പ്ലോഷൻ ഉണ്ടാകുകയാണ്. ലോകം മുഴുവൻ ഓരോ നിമിഷങ്ങളിലും പുതിയ അറിവുകൾ ഉണ്ടാകുകയാണ്. പുതിയ ഫ്യൂച്ചർ ടെക്നോളജി എല്ലാം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക് ടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ്, പുതിയ വിഷയങ്ങൾ വരികയാണ്. നമ്മുടെ തൊഴിലിൻ്റെ സ്വഭാവം പോലും മാറുകയാണ്. ഇന്ന് വരെ ഉള്ള ഒരു തൊഴിൽ ചിലപ്പോൾ നാളെ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു തൊഴിലിൻ്റെ സാധ്യത അടയപ്പെടുമ്പോൾ മറ്റൊരു തരത്തിലുള്ള വേറൊരു തൊഴിൽ ഉണ്ടാകുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, കാലഹരണപ്പെട്ട കോഴ്സുകളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. ഏറ്റവും വലിയ വെല്ലുവിളി. ഞങ്ങൾ അതിനുവേണ്ടി ബജറ്റിൽ ഒരു വലിയ ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചതാണ്. ബജറ്റിൽ അത് പ്രഖ്യാപിച്ചു, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. എന്താണ്? 12 മുതൽ 15 വരെ സെക്ടറുകളാക്കി വിവിധ വിഷയങ്ങളെ മാറ്റി അതിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എക്സ്പെർട്ടുകളെ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഈ തൊഴിൽ രംഗത്ത് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ ശ്രദ്ധയോടുകൂടി അവർ നിരീക്ഷിക്കും. അവർ ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യും. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കരിക്കുലം ഫ്രെയിമിൽ അത് റീസ്ട്രക്ചർ ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണം. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. ഇക്കൊല്ലം തരുന്ന റിപ്പോർട്ട് ഈ അടുത്ത അക്കാഡമിക് ഇയർ നമുക്ക് പുതിയ കോഴ്സുകൾ ആരംഭിക്കാനുള്ള സംവിധാനമാക്കി നമുക്ക് മാറ്റണം. അത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തണം കോഴ്സുകളെ. ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തന്നെ അവരെ അബ്സോർവ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പുണ്ടാകണം. അപ്പോൾ ഏറ്റവും ലോകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അക്കാഡമിക് പ്രോഗ്രാമുകൾ, ഇപ്പോൾ കോഴ്സ് എന്ന് പറയാൻ പാടില്ല, കോഴ്സ് എന്നല്ല പറയുന്നത്, ഇപ്പോൾ അക്കാഡമിക് പ്രോഗ്രാമുകൾ എന്നാണ് പറയുന്നത്. ആ അക്കാഡമിക് പ്രോഗ്രാമുകൾ നമുക്ക് കേരളത്തിൽ ഉണ്ടാകണം. ആ അക്കാഡമിക് പ്രോഗ്രാമുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിൽ കുട്ടികൾ പുറത്തേക്ക് പോവാണ്. ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കുക, കുട്ടികൾ പുറത്തേക്ക് പോവുക. നമുക്ക് മാത്രമല്ല, നമുക്ക് അപകടകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഡെമോഗ്രാഫിക് ചേഞ്ചസ്. ഇത്രയും വേഗത്തിൽ നടക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല വേറെ. ജനസംഖ്യാപരമായ മാറ്റം. നമുക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ജനസംഖ്യയുടെ ആനുകൂല്യം ഒരു സമൂഹത്തിന് നൽകുന്ന അതിൻ്റെ യുവത്വം കേരളത്തിൽ അത് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയിൽ ചെറുപ്പക്കാരുടെ എണ്ണം കുറവായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ ഡിവിഷൻ ഫാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേറ്റ് മാരേജ് ആണ് കേരളത്തിൽ ഇപ്പം നടക്കുന്നത്. അതിൻ്റെ കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ഈ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അതിൽ നിന്നൊരു വിഭാഗമാണ് പുറത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും കുറയാണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന യങ്സ്റ്റേഴ്സിൻ്റെ നമ്പർ തിന്നായിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്തോ ഇന്ത്യയിലെ ലൈഫ് എക്സ്പെക്റ്റൻസി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ജനറേഷൻ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്, മറ്റത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഡെമോഗ്രാഫിക് ചേഞ്ചസ് കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ട കമ്പോണൻ്റായി മാറണം. വിദ്യാഭ്യാസ രംഗത്ത് പോലും ഇപ്പം തമാശയായിട്ടല്ല, സീരിയസ് ആയിട്ട് തന്നെ പറയണത്. ഇപ്പം കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്ന കുട്ടികൾ 100 ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞു വയസ്സ്. കാരണം അടുത്ത നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യഭാഗമാകുമ്പോഴേക്കും തന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ വയസ്സ് 35-നും 40-നും ഇടയിലായിരുന്നു. 35ആയിരുന്നു. ഇപ്പോൾ 70-75ആയി. ഇപ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച കൂടിയാകുമ്പോൾ അടുത്ത നൂറ്റാണ്ടിൽ അത് 160-നും 180-നും ഇടയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്ന കുട്ടികളുടെ നോക്കി, ഇപ്പോൾ പെൻഷൻ എന്ന് പറയുന്നതും വലിയ പ്രശ്നമാകുമ്പോൾ എല്ലാ ഗവൺമെൻറ്റുകൾക്കും. കാരണം സാലറിയുടെയൊക്കെ 3 ഇരട്ടി പെൻഷനാകാൻ പോവാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായി സീനിയർ സിറ്റിസൺസിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. സീനിയർ സിറ്റിസൺസ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. അത് അവർക്ക് കുറേ വെൽഫെയർ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്യുക എന്നുള്ളതല്ല ലക്ഷ്യം. അവരെ കൂടുതൽ കൺസ്ട്രക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായ ഒരു പോപ്പുലേഷൻ്റെ കമ്പോണൻ്റ് ഉണ്ടാവില്ല. ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്ത
ആളുകൾ നേരെ വീട്ടിൽ പോയി ഈസി ചെയറിൽ കിടക്കുക, ലോകത്തുള്ള അസുഖങ്ങളൊക്കെ പിടിച്ചു വരുത്തുക. അതല്ല, അവരെ കുറെ കൂടി ആക്റ്റീവാക്കി കുറെ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സൊസൈറ്റിക്ക് വരുത്താൻ ഒരു സിൽവർ ഇക്കോണമി മോഡൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീനിയർ സിറ്റിസൺസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗൗരവതരമായ മാറ്റങ്ങൾ ഒരു അക്കാഡമിക് സമൂഹം ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭിപ്രായം. എനിക്കുള്ള ഏറ്റവും വലിയ സങ്കടം നമ്മുടെ സർവകലാശാലകളിൽ അക്കാഡമിക് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ചർച്ചയും നടക്കുന്നു. ബാക്കിയെല്ലാം സജീവമാണ്. ബാക്കി സിൻഡിക്കേറ്റ് മെമ്പർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അവരെല്ലാം കുറ്റക്കാർ. കുറേ വർഷങ്ങളായി നമ്മുടെ സർവകലാശാലകളിൽ നടക്കുന്ന ചർച്ചകളിൽ അക്കാഡമിക് കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യവും സജീവമാണ്. രാഷ്ട്രീയമുണ്ട്, പിന്നെ ട്രാൻസ്ഫർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനക്കാരുടെ സ്ഥിതിയുടെ ഉണ്ട്, അധ്യാപകരുടെ കാര്യങ്ങളുണ്ട്. അക്കാഡമിക് പ്രോഗ്രാമിനെ കുറിച്ചോ റിസർച്ചിനെ കുറിച്ചോ ഉള്ള ഒരു ചർച്ചയെ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും ഗൗരവമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിലെ അക്കാഡമിക് സമൂഹം ഗൗരവതരമായി തിരിച്ചു വന്നു. നമ്മളെല്ലാ കാര്യവും ലോകത്തിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഈ കാര്യത്തിലും കേരളം മാതൃകയാകണം. പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ സൃഷ്ടിച്ച് കേരളത്തിൽ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സോഷ്യൽ ജസ്റ്റിസ് അതിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമൊന്നും കേരളത്തിൽ ആവിഷ്കരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം ഒറ്റപ്പെട്ട ഒരു തുരുത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ലോകത്ത് മാറ്റമുണ്ടാകുമ്പോൾ നമ്മളും ആ മാറ്റത്തിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗൗരവതരമായ അത്തരം ചർച്ചകൾക്ക് കൂടി അതിന് വഴിതെളിക്കാനുള്ള പ്രാപ്തി കൂടിയുള്ള സംഘടനയാണ് MES എന്ന് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞുകൊണ്ട് അത്തരം ചർച്ചകൾ ആരംഭിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ MESന്റെ 60ാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അതുപോലെ ഡയമണ്ട് ജൂബിലി ഹോസ്പിറ്റൽ ബ്ലോക്ക് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. ആ ന്യൂ ബ്രാൻഡിൻ്റെ ലോഗോ ലോഞ്ച് ചെയ്തതായും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഔപചാരികമായ സ്വിച്ച് ഓൺ കർമ്മങ്ങളിലേക്കാണ് നമ്മളേവരും കടക്കാനായിട്ട് പോകുന്നത്. MES അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസിലെ ഡയമണ്ട്